ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. കപ്പ ബിരിയാണിക്കായിട്ട് ഞാൻ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നിടം വരുന്നു വേവിച്ചെടുക്കണം. അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബീഫ് ചെറിയ പീസാക്കി ഒരു 1/2 കിലോ ബീഫാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലാണ് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 4 വിസിൽ വരുന്നതിന് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചത്, ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു ഇട്ടത്, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മീഡിയം സൈസ് സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇത് അടച്ച് വെക്കുക. ആ ഒരു ആവിയിൽ നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബീഫ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചുകൂടുക. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പൊക്കെ നന്നായിട്ട് ഈ ബീഫിലേക്ക് പിടിക്കണം. നോക്കിയിട്ട് ഉപ്പ് ഇല്ല എങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ മരച്ചീനി, അതായത് കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേപോലെ വലിയൊരു ഉരുളിയാണ് വേണ്ടത്. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഉരുളി എടുക്കുക. അതിലേക്ക് നമുക്ക് കടുക് തളിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ മരച്ചീനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് റെഡിയാക്കി എടുക്കുക. നല്ല പെരട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ഉടച്ചൊക്കെ എടുക്കുക. ശേഷം നമ്മുടെ ബീഫ് നല്ല പെരട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ബീഫിനെ നമുക്ക് ഈ ഒരു കപ്പയിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ കപ്പയുമായിട്ട് ഈ ബീഫ് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. നല്ല മണവും നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റാണ്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് കുറച്ച് കൂടുതലായിട്ട് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല പെരട്ടി എല്ലായിടത്തും ഈ ഒരു ബീഫിൻ്റെ പെരട്ടി നമുക്ക് ആക്കിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് കുഴച്ച് ഇളക്കി നല്ല റെഡിയാക്കി സെറ്റായിട്ട് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ഉപ്പും എരിവും ടേസ്റ്റും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി നമ്മുടെ പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡിൽ കപ്പ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.